ഇന്നത്തെ മാംഗല്യം സീരിയലിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ അവന്തിക മനസ്സിൽ തീരുമാനിക്കുവാണ്, എത്രയും വേഗം തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇതാക്കി ധനുഷുമായിട്ട് എനിക്ക് ഇവിടുന്ന് എത്രയും വേഗം തന്നെ പോകണം. അല്ലെങ്കിൽ സ്നേഹയും ധനുഷും തമ്മിലുള്ള ബന്ധം ഇനിയും വളരാൻ വിട്ടാൽ അത് വലിയ അപകടത്തിലാവും. പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിനകത്ത് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. എത്രയും വേഗം ധനുഷിനെയും കൊണ്ട് ഇവിടെ നിന്ന് പോകണം. അതിനു മുന്നേ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും വേണമെന്ന് നമ്മുടെ അവന്തിക തീരുമാനിക്കുന്നതാണ് വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് കൂടാതെ ഇതൊക്കെ പറയുന്ന അവന്തിക പെട്ടെന്ന് തന്നെ കണ്ടം മാറി ചവിട്ടി എന്താണ് നമ്മുടെ നന്ദനോട് പറയുന്നുണ്ട്, അതായത് സ്നേഹയ്ക്കൊരു വിവാഹം ആലോചിക്കാൻ. പക്ഷേ അവന്തിക തന്നെ എന്താണ് ചെറുക്കനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ചെറുക്കൻ മറ്റാരുമില്ല, നമ്മുടെ ധനുഷിനെ തന്നെ എന്താണ് സ്നേഹയ്ക്ക് വിവാഹം കഴിപ്പിച്ച് വെക്കാനായി അവന്തിക തന്നെ നേരെ നന്ദനോട് സജസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നോക്കാം. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ എന്താണ് നേരെ നമുക്കറിയാമല്ലോ, നമ്മുടെ ആതിരയും അതുപോലെ തന്നെ നമ്മുടെ അനഘയും തമ്മിലുള്ള ഒരു കൺഫെഷനാണ് നടക്കുന്നത്. അപ്പോൾ അനഘ എല്ലാ കാര്യങ്ങളും ആതിരയോട് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, നിനക്ക് ഞാൻ പറഞ്ഞൊന്നും വിശ്വാസം അല്ലെങ്കിൽ ഇനി ഞാൻ നിൻ്റെ അടുത്തൊന്നും പറയാനില്ല ആതിര, ഞാൻ അങ്ങ് പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് നേരെ ആതിര കയറി അനഘയുടെ കൈ പിടിച്ചിട്ട് അങ്ങ് കരയാണ്. സോറി, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചതിനകത്ത് സോറി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് അങ്ങ് കണ്ണീര് കൊണ്ട് എന്താണ് ആതിര എന്താണ് അങ്ങ് കരഞ്ഞ് ഇതാക്കുവാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി, ഞാൻ സോറി, ഞാൻ തെറ്റിദ്ധരിച്ച്, എന്തായാലും ഞാൻ തെറ്റിദ്ധരിച്ച കാര്യം അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇതൊക്കെ അറിയാൻ പറ്റുന്നത്, എന്നോട് ദേഷ്യമൊന്നും വെക്കല്ല എന്നൊക്കെ അവർ സംസാരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ചുവിൻ്റെ വീടാണ് കാണിക്കുന്നത്. അച്ചുവിൻ്റെ വീട്ടിൽ രാത്രി കമലെടുത്തി എന്താണ് പറയുവാണ്, ഓ മാഷെ, ഞാൻ ഇവിടെ തീ തിന്നാ മാഷെ ജീവിക്കുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം, എന്തുപോലെ അവിടെയൊക്കെ എന്താണ് എനിക്ക് നല്ലൊരു ആരോഗ്യ ഒരു കുട്ടീനെയാണ് വേണ്ടത്, അവിടെ നിന്ന് നിർത്തിയിട്ട് എന്താണ് നമുക്ക് കൊച്ചിനെ വിശ്വസിച്ച് വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ അവിടെ അർച്ചന ഉണ്ടായിട്ടും മീര പോയി നിന്നിട്ടൊക്കെ അവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കേണ്ട വന്നപ്പോൾ ആരും കൂടെ ഇല്ലായിരുന്നല്ലോ, എനിക്ക് എൻ്റെ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയേ പറ്റത്തുള്ളൂ, അതിന് ഇനി എന്തൊക്കെ ആയാലും ശരി തന്നെ മാഷ് ഒരു കാര്യം ചെയ്യും, സേതുവേട്ടനോട് ഈ കാര്യം സംസാരിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പം നാളെ എന്തായാലും അവളെ എന്താണ് അവിടെ നിന്ന് നമുക്ക് നേരെ വീട്ടിൽ തന്നെ കൊണ്ടുവരാം, അല്ലാതെ അങ്ങോട്ടേക്ക് എന്താണ് എൻ്റെ ശരിയിലേക്ക് വിടണ്ട എന്ന് കമലെടുത്തി എന്താണ് പറയുവാണ്. നമുക്കത് തന്നെ ചെയ്യാം, നാട്ടു നടപ്പും അത് തന്നെയാണ്, പിന്നെ എന്താണ് സേതുവിൻ്റെ മനസ്സ് വിഷമിക്കേണ്ടെന്ന് വെച്ചിട്ടല്ലേ നമ്മൾ എന്താണ് ആ ഒരു കാര്യത്തിലേക്ക് വിട്ടുവീഴ്ച ചെയ്തത്. ഇപ്പോൾ ഇവൾ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അനൂപ് കയറി വരുവാണ്. അനൂപ് പറയുവാണ്, ഇനിയിപ്പോൾ അവളെ പ്രസവം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് കൊണ്ടുവന്നാൽ മതി, ഞാനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം തന്നെയാണ് വിചാരിക്കുന്നതൊക്കെ പറയുമ്പോഴത്തേക്കും ഇതെന്തോ പക്ഷേ നീ വിഷമിക്കേണ്ട കമലേ, നാളെ നമുക്ക് കൊണ്ടുവരാം എന്നെന്താണ് അനൂപ് അങ്ങനെ പറഞ്ഞെങ്കിലും കമലയെ ആശ്വസിപ്പിക്കാനായിട്ട് നമ്മുടെ മാഷ് പറയുവാണ്. അപ്പോൾ അത് കേട്ട് അവർക്ക് എന്താണ് ആതിര കാര്യത്തിൽ ടെൻഷൻ മാത്രമേ അവർക്കുള്ളൂ, എന്തുവാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നേരെ അനു വന്ന് പറയുന്നുണ്ട് അവിടെ അവർക്ക് കുഴപ്പമൊന്നുമില്ല, നാളെ ആകുമ്പോഴത്തേക്കും അവൾ വീട്ടിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞെന്നൊക്കെ അനു പറയുന്നുണ്ട്. പിന്നെ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ നെല്ലിശ്ശേരി ഹൗസിനകത്ത് നമ്മുടെ അവന്തിക ബെഡ്റൂമിൽ ഇരുന്ന് മാസ്റ്റർ പ്ലാൻ ചിന്തിക്കാനായിട്ടിരിക്കുമ്പോഴൊക്കെ അവന്തികയുടെ മനസ്സിലേക്ക് തികട്ടി വരുന്നത് ധനുഷ് അവന്തികയുടെ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേ കയറി വന്നത്, നീ ഉദ്ദേശിച്ച പോലെ ഞാൻ അവളെ അതിന് തന്നെയാണ് നീ വിളിച്ചോണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞൊരു കാര്യവും നീ എൻ്റെ പിറകെ CD പണി നടക്കുന്ന അങ്ങ് നിർത്തിയനെ അവന്തിക എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അവന്തികയുടെ മനസ്സിൽ വരുന്നത്. അതിനേക്കാൾ അവന്തിക കൂടുതൽ തികട്ടുന്ന കാര്യം എന്ന് പറയുന്നത് എത്രയൊക്കെ ബോൾഡാണ് അവന്തിക പറഞ്ഞാൽ ചതിയും വഞ്ചനയൊക്കെ ഇടയിലും അവന്തിക ധനുഷ് നന്നായി സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ധനുഷ് എന്ത് മണ്ടത്തരം പറഞ്ഞാലും അതിൽ വീഴാൻ തയ്യാറായിരിക്കുന്ന ബുദ്ധിയുള്ളൊരു മണ്ടിയായിട്ട് തന്നെയാണ് നമ്മുടെ അവന്തിക മാറുന്നത്. അപ്പം ധനുഷിൻ്റെ മണ്ടത്തരങ്ങളിനകത്ത് ധനുഷിൻ്റെ കപടത്തരങ്ങളിനകത്ത് അന്തസ്സായിട്ട് എന്താണ് പറ്റിക്കപ്പെടുവാണ് എല്ലാവരെയും പറ്റിക്കാൻ പഠിച്ച അവന്തിക പോലും. അപ്പം ധനുഷ് എന്താണ് സ്നേഹയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നതും സ്നേഹമായിട്ട് അത്ര റൊമാൻറ്റിക് നിന്നത് സ്നേഹ അവന്തിയെ കണ്ടിട്ട് പോലും വലിയ മൈൻഡ് ഇല്ലാതെ എന്താണ് താഴെ കൂടെ ഒന്ന് കുനിഞ്ഞ് അങ്ങോട്ടേക്ക് അങ്ങ് പോയതല്ലാതെ ഏട്ടത്തി എന്ന ഭയം സ്നേഹയുടെ മനസ്സിൽ നിന്ന് പോലും നഷ്ടപ്പെട്ടു പോയല്ലോ. ആ ഒരു സിറ്റുവേഷൻ എല്ലാം കൂടെ എന്താണ് എനിക്ക് ധനുഷിനോട് ഒരു അക്ഷരം പറയാൻ പറ്റാത്തൊരവസ്ഥ. ഇതൊക്കെ ആലോചിച്ചിട്ട് അവന്തിക്ക് ഒരു കാര്യം തീരുമാനിക്കുവാണ്, എത്രയും വേഗം എനിക്ക് എന്താണ് ഇവിടുന്ന് ധനുഷായിട്ട് പോകണം. സ്നേഹയും ധനുഷായിട്ടുള്ള ബന്ധം ഇനിയും വളരാൻ വിട്ടാൽ അത് വളരെ അപകടത്തിൽ ചെന്ന് നിൽക്കും, അത് വലിയ കുഴപ്പത്തിലാവും. അങ്ങനത്തെ ഒരു കുഴപ്പമായി കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ പണി കിട്ടാൻ പോകുന്നത് എനിക്ക് തന്നെ ആയിരിക്കും, എൻ്റെ ജീവിതത്തിനായിരിക്കും അത് വലിയ പ്രശ്നം. അപ്പോൾ എത്രയും വേഗം ഇവിടുന്ന് ധനുഷും എനിക്കും കൂടെ ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ. അതിനു മുന്നേ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവനോടും കൂടെ പറയണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുത്ത് നിൽക്കുവാണ് കാണിക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം എന്താണ് കാണിക്കുന്നത്, വീണ്ടും എന്താണ് ആതിരയുടെ അവിടെയാണ് കാണിക്കുന്നത്. മീരടുത്ത് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുക്കുന്നു. മീരടുത്ത് കട്ട് ചെയ്യുന്ന ഫ്രൂട്ട്സൊക്കെ ആതിരയ്ക്ക് അടുത്തിരുന്ന് കൊടുക്കുന്നത് നമ്മുടെ അനക്കയാണ് കൊടുക്കുന്നത്. അങ്ങനെ ആതിരയ്ക്ക് എന്താണ് ആപ്പിളും ഓറഞ്ചൊക്കെ ഓരോ പീസായിട്ട് കഴിക്കുമ്പോഴത്തേക്കും അവർ എന്താണ് എൻ്റെ അടുത്ത് ഇപ്പം ദേഷ്യമൊന്നും ഇല്ലല്ലോ അനക്ക എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ തെറ്റിദ്ധരിച്ചത് സോറി, അതിൻ്റെ സങ്കടം ഉണ്ടോ അനക്ക എന്ന് ചോദിക്കുമ്പോൾ ആദ്യം നീ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞപ്പോൾ സങ്കടം ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ കാരണമാണ് ഇങ്ങനെ നീ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനേക്കാളും സങ്കടമായി, പക്ഷെ ഇപ്പം അതൊക്കെ നിന്നെ മനസ്സിൽ നിന്ന് മാറി എന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ ചെയ്ത ഓരോ പാവത്തിൻ്റെ ആയിരിക്കും ഞാനിപ്പം ചെയ്തതിന് ചെയ്യാത്ത കുറ്റത്തിനൊക്കെ അനുഭവിക്കുന്നത് പറയുമ്പോഴത്തേക്ക് മീരയുടെ തുറയാണ്, ഇനി നീ അതൊന്നും ആലോചിക്കണ്ട, നീ അതിനൊക്കെ വിട്ടില്ലേ, പിന്നെ നീ എന്താ മനസ്സ് സന്തോഷമായിട്ട് വെക്കാനൊക്കെ എന്ന് പറയുന്നുണ്ട്.
അപ്പോഴത്തേക്ക് അനഘ പറയോ, ഞാൻ ചെയ്ത പാവങ്ങൾക്ക് പിന്നെ ഈ പ്രായത്തിൽ തന്നെ ഞാൻ ഇത്ര പാവങ്ങൾ ചെയ്ത് കൂട്ടി, അപ്പോൾ ഈ ചെയ്ത പാവങ്ങൾക്കൊക്കെ ഞാൻ ഇനി എന്ത് പരിഹാരം ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്കും, നീ അതൊന്നും ചെയ്യാൻ പോണ്ട, നീ ഇപ്പം തിരുന്തിയില്ലേ, ആ തിരുന്തിയ നീ ഇനി ഇങ്ങനെ തന്നെ അങ്ങ് നല്ലവളായി ജീവിച്ച് നല്ലത് ചെയ്ത് നല്ലത് ചിന്തിച്ച് നല്ലത് പ്രവർത്തിച്ചൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആദരം അറിയാം, ഇപ്പം സത്യം പറഞ്ഞാൽ അനഘയെ കണ്ട പണ്ട് ഇതൊക്കെ ചെയ്ത് കൂട്ടിയതും പണ്ട് എന്നൊക്കെ ഇത്ര ദ്രോഹിച്ചതും ആ അനഘ തന്നെയാണ് എൻ്റെ മുന്നിരിക്കുന്നതെന്ന്, ആ അനഘയാണ് ഈ അനഘയെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് അതിനെ പറയുന്നുണ്ട്. അത് സത്യമാണ്, ചില മനുഷ്യരങ്ങനെയാണ്, അവർ പിന്നെ ഒരടി കിട്ടി തിരുന്നി കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് നമ്മൾ തന്നെ അവരെ കണ്ടാൽ ഞെട്ടിപ്പോകുമെന്ന് മീരേട്ടത്തി പറയുന്നു. അങ്ങനെ അവർ ചിരിച്ച് സംസാരിച്ചും കളിച്ചിരിക്കുമ്പോഴത്തേക്കും തെറ്റിദ്ധാരണ വന്നെങ്കിലും ഒരു കാര്യം ഉണ്ടായല്ലോ, അതുകൊണ്ടല്ലേ നിങ്ങളെല്ലാവരും എൻ്റെ ഈ സത്യമൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഈ സത്യമൊന്നും അറിയത്തില്ലായിരുന്നല്ലോ ആദരെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സന്ദീപും അതുപോലെ നമ്മുടെ അച്ചുവും കൂടെ കയറി വരുന്നത്. അന്നേരം പറയാം, തെറ്റിദ്ധാരണയൊക്കെ നല്ലതാണ്, പക്ഷേ തെറ്റിദ്ധാരണയൊക്കെ ഒരു എന്താണ് വിവാഹബന്ധത്തിൽ നല്ലതാണ്, തെറ്റിദ്ധാരണയ്ക്ക് ശേഷമുള്ള സ്നേഹം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക സ്നേഹമാണ്, ഭയങ്കര കൂടിയൊരു സ്നേഹമായിരിക്കും. പക്ഷേ ഈ തെറ്റിദ്ധാരണ മൂത്തിട്ട് ആരും ഇവൾ ചെയ്ത പോലത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിച്ച് കൈമുറിക്കാനോ എന്താണ് ചാകാനോ പോകാൻ നിൽക്കാതിരുന്നാൽ മാത്രം മതി. അല്ലാത്ത രീതി നോക്കുവാണെങ്കിൽ ഈ ബന്ധങ്ങളുടെ ഇടയ്ക്കും മുറയ്ക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ വരുന്നതൊന്നും അത്ര വലിയ തെറ്റൊന്നുമല്ല. അതിനുശേഷമുള്ള സ്നേഹം ബന്ധത്തിനെ കൂടുതൽ ഉറപ്പിക്കത്തേ ഉള്ളൂ, കൂടുതൽ വിശ്വാസം കൂടെ നമുക്ക് പരസ്പരം പങ്കാളികൾ വരും എന്നൊക്കെ അച്ചു പറയുന്നു. അതൊക്കെ കേട്ടെന്താണ് പരസ്പരം നോക്കിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദരയുടെ അടുത്ത് വന്ന് നമ്മുടെ സന്ദീപ് എന്താണ്, എടോ താനിപ്പോൾ ഓക്കെ അല്ലേ, തനിക്കിപ്പോൾ ഹാപ്പി ആയില്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സന്ദീപിൻ്റെ കൈ എന്താണ് കവളോട് ചെന്ന് വെച്ചിട്ട് ആദരം എന്താണ് സന്തോഷമായിട്ട് അങ്ങ് ഇരിക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കമലെടുത്തിയും അതുപോലെ മാഷ് കരുതുന്നു, അച്ഛനമ്മയോ നിങ്ങളൊന്ന് വിളിച്ചിട്ട് വന്നാൽ പോരായിരുന്നോ, പറയാതെങ്കിൽ വന്നു എന്ന് പറയുമ്പോഴത്തേക്കും, അല്ല ഞങ്ങൾക്ക് ഇവളുടെ കാര്യം അലച്ച് മനസ്സാവാതില്ല, ഇന്നത്തേക്ക് ആദരയ്ക്ക് പോകാമെന്നാണ് പറഞ്ഞത്, അപ്പം ആദ്യം നേരെ നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോവാണ്, അത് പറയാനാ വന്ന മോളെന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ അച്ഛനോടും കൂടി പറയണ്ട, അച്ഛനും അതിനകത്ത് വലിയ താല്പര്യമില്ല, പക്ഷേ മീരേട്ടത്തേക്കും ആദരയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. സന്ദീപിന് എന്താണ് കുഴപ്പമില്ല. എന്നിട്ട് സന്ദീപിനോട് ചോദിക്കും, മോനെ കുഴപ്പം വല്ല കൊണ്ട് ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആദരയ്ക്ക് സന്തോഷം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയും. മോനും കൂടെ അങ്ങോട്ടേക്ക് ഒന്ന് 2-3 ദിവസം നിൽക്കുന്ന പറയുമ്പോഴത്തേക്കും നമ്മുടെ അച്ചു പറയുന്നുണ്ട്, അവിടുത്തെ അച്ഛനോടും കൂടെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അവിടുത്തെ അച്ഛന് വിഷമാവെന്ന് പറയുന്നുണ്ട്. അപ്പം നേരെ എന്താണ്, അപ്പം ഞാൻ ഇപ്പം തന്നെ സേതുവിനെ വിളിച്ച് സംസാരിക്കുന്ന പറയുമ്പം സേതുവായിട്ടിന് ഇങ്ങനെ ഫോൺ വിളിക്കുവാണ്. അപ്പോഴത്തേക്കും എന്താണ് സേതുമാധവൻ ഫോൺ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് പറയൂ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് പറയും, മാഷെ പറയുമെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ആതിരെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അയ്യോ നിങ്ങളുടെ മോളെ നിങ്ങൾ കൊണ്ടുപോകുന്നതിന് എന്നോട് എന്തിനാണ് ഈ പെർമിഷനൊക്കെ മേടിക്കേണ്ടത്, നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള അവകാശം പൂർണ്ണമായി നിങ്ങൾക്ക് ഉള്ളതല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അവർ ചിരിക്കുവാണ്. നിങ്ങൾ കൊണ്ടുപോയി പിന്നെ ഇവിടെ വെച്ച് ആതിരയ്ക്ക് ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിച്ചത് എൻ്റെ തെറ്റാണ്, എൻ്റെ മോൻ്റെയും തെറ്റാണ്, അതിന് ക്ഷമിക്കണം, എന്ത് പറയണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ അതൊന്നും സാരമില്ല, സന്ദീപിൻ്റെ തെറ്റിനെക്കാളും ആതിരയുടെ തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ച ഒരു കാര്യമല്ലേ ഇത്, എൻ്റെ മോളുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടല്ലോ കുഴപ്പമില്ല, എന്നിട്ട് അവർ പരസ്പരം സംസാരിച്ച് അങ്ങ് ഫോൺ വയ്ക്കുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് ഇവിടെ നന്ദൻ നേരെ നന്ദൻ അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുവാണ്. ഉടനെ എന്താണ് സേതുമാധവൻ പറയുവാണ്, എന്താണ് നീ വന്നോ, ഉടനെ നന്ദൻ ചോദിക്കണം, അച്ഛൻ എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നിന്നെ അന്വേഷിച്ചു, നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനാ, ആതിരെ എന്താണ് അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു, എന്തായാലും അതൊരു കാര്യമായി, നിറമാസ ഗർഭിണിയായിട്ട് ഇരിക്കുവാണ്, അവളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല, അതിൻ്റെ ഇടയ്ക്കകത്താണ് അവൾ ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ ചെയ്തിരിക്കുന്നത്, എന്നാൽ സന്ദീപ് ഒക്കെ തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇനി അങ്ങനത്തെ ഒരു കാര്യം ആവർത്തിക്കാതിരിക്കാൻ അവളുടെ മനസ്സ് സന്തോഷമായിട്ടിരിക്കാനുള്ള എല്ലാ കാര്യവും നീ തന്നെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിരുന്നു, അതെന്തോ തെറ്റിദ്ധാരണയ്ക്കകത്ത് അവർക്ക് തമ്മിൽ ഒരു വഴക്ക് വന്നപ്പോൾ ചെയ്താണ്, ഇപ്പോഴത്തെ പിള്ളേരല്ലേ അച്ഛാ, എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യം മതിയല്ലോ മനസ്സിന് വിഷമിക്കുക, എന്നാലും ആതിരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചതെങ്കിൽ നമ്മൾ എന്ത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പറയുമായിരുന്നു, എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ എന്നൊക്കെ സേതുമാധവൻ പറയുമ്പോഴത്തേ അച്ഛനത് കള, പിന്നെ നന്ദ ഞാൻ പറഞ്ഞില്ലേ സ്നേഹയുടെ കാര്യം കൂടെ നീ ഒന്ന് നോക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ധനുഷിനോട് സംസാരിക്കാം അച്ഛാ, അതായത് ധനുഷിനെ കൊണ്ട് സ്നേഹ വിവാഹം കഴിപ്പിക്കുക എന്നൊരു കാര്യമാണ് സേതുമാധവൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സേതുമാധവൻ്റെ ആ ഒരു പ്ലാൻ അനുസരിച്ച് ധനുഷിന് ഇതിനകത്ത് വലിയ എതിർപ്പൊന്നും കാണാനില്ല, ആദ്യം നീ ധനുഷിനോട് ചോദിച്ച് മനസ്സിലാക്കുക, അതിനുശേഷം അവനൊരു താല്പര്യക്കുറവില്ല എന്ന് ഉറപ്പായതിനു ശേഷം മാത്രം ഇവിടെ ഉള്ള ബാക്കി എല്ലാവരോടും പറഞ്ഞാൽ മതി, അതുവരെ ഇവിടെ ഉള്ള ആരോടും നീ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നിൽക്കേണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് എന്താണ് സ്നേഹയോടും ഈ കാര്യത്തെക്കുറിച്ച് നീ പറയേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്നും പറയാം, അത് അങ്ങനെയുള്ള അച്ഛ. അപ്പോഴത്തേക്കും ഇപ്പോൾ അച്ഛനോ മറ്റാർക്കും എന്താണ് ഈ സ്നേഹയ്ക്കും ധനുഷും തമ്മിൽ വിവാഹം ആലോചിക്കുന്ന കാര്യം ഒരു രീതിയിൽ അറിയത്തില്ല, സച്ചിക്ക് പോലും അറിയത്തില്ല, ആകപ്പാടെ അറിയുന്ന നന്ദനും അച്ഛനും മാത്രമേ ഉള്ളൂ അറിയാവുന്നത്.
അപ്പോഴത്തേക്കും ആ ഒരു തീരുമാനം അവർ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നേരെ എന്താണ് നന്ദൻ കറക്റ്റ് ഹാളിൻ്റെ ആ ഗ്ലാസിൻ്റെ അവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും നന്ദൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ധനുഷും എന്താണ് സ്നേഹയും തമ്മി നല്ല വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. കാരണം സ്നേഹ എന്താണ് ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്, ചിരിച്ച് കളിച്ച് എന്താണ് രണ്ടുപേരും തമ്മിൽ വർത്താനം പറയുന്നത് കണ്ട് നന്ദൻ അവർ ആ വർത്താനം നോക്കി അങ്ങ് രസിച്ച് നിൽക്കുവാണ്. അനിയത്തിയുടെ ഭർത്താവാൻ പോകുന്ന വ്യക്തിയല്ലേ, രണ്ടുപേരും നല്ല ഇണക്കത്തിലാണല്ലോ എന്ന രീതി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മേളിൽ നിന്ന് അവന്തിക ഇറങ്ങി വരുന്നത്. അവന്തികയും കൂടെ കണ്ടിട്ട് എന്താണ് ഇത് നോക്കി അവന്തിക സഹിക്കാൻ വയ്യ, അയ്യോ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയത്തില്ല എന്ന് അവന്തിക നോക്കിയിരുന്നു. ഇനി പുറത്തെ സീൻ എന്തോന്ന് പറയുമ്പോഴത്തേക്കും നേരെ ധനുഷ് അവൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒത്തിരി നാളിന് ശേഷം നല്ലൊരു കണി കണ്ട് എന്നങ്ങ് പറയുവാണ്. സ്നേഹ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമോ, കാണിയോ, എന്തായാലും ഞാൻ ഒരു ദേവിയെ തന്നെ ഇന്ന് കണിയുണ്ടെന്ന് പറയും. ദേവിയോ എന്ന് പറഞ്ഞിട്ട് സ്നേഹമായിരിക്കും, അല്ല എൻ്റെ മനസ്സിൽ ഞാൻ പൂജിക്കുന്ന ദേവി, എൻ്റെ മനസ്സിൽ ഞാൻ പ്രത്യക്ഷപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ദേവീനെയാണ് ഞാൻ ഇന്ന് കണിയേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ആ ദേവിയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും എന്നെയാണോ പറഞ്ഞത്, ഞാൻ സത്യം പറയട്ടെ മാഷെ, ഇങ്ങനെയൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല. ഞാൻ പിന്നെ ഏതാന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയൊന്നും ഇങ്ങനത്തെ എന്താണ് കഥയും കവിതയുടെ രൂപത്തിലൊന്നും പറഞ്ഞാലൊന്നും അതൊന്നും കത്തത്തക്ക രീതിയിലുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. അതെനിക്ക് മനസ്സിലായി, ഞാൻ ആദ്യം പറഞ്ഞിട്ട് മനസ്സിലായില്ല. അതുകൊണ്ടല്ലേ ഞാൻ തന്നെ തന്നോട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നത്. ഈ അവന്തിക അകത്തോട് നോക്കുന്നുണ്ട്, നന്ദൻ ഒരു ഭാഗത്ത് നോക്കുന്നുണ്ട്. നന്ദൻ അത് ഭയങ്കര ആസ്വദിക്കുന്നു, അവന്തിക്ക് അത് കണ്ട് എന്താണ് ഞെവറിക്കൊണ്ട് നിൽക്കുവാണ്. ഇവിടെ എന്താണ് സന്ദീപിനോട് മാഷ് പറയുന്നുണ്ട്, മോനും കൂടെ 2 ദിവസം വന്ന് അവിടെ നിൽക്കുക, അത് അവർക്കൊരു വലിയ ആശ്വാസമാവുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ആതിരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. സന്ദീപ് അതിനനുസരിച്ച് സമ്മതിച്ചു കഴിഞ്ഞു. അപ്പോൾ അവരങ്ങോട്ടേക്ക് പോകാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നന്ദൻ്റെ ബെഡ്റൂമിലേക്ക് പോയിരുന്ന് ഒരു ഫോൺ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അവന്തിക്ക് അവിടെ കയറി നന്ദേട്ടാ എന്ന് വിളിക്കുമ്പോഴത്തേക്കും നിന്റെ നന്ദേട്ടാ എന്നുള്ള നീട്ടി വിളി കേൾക്കുമ്പോഴേ അറിയാം നിനക്ക് എന്തോ കാര്യം സാധിക്കാൻ. നീ ഇങ്ങനെ നീട്ടി വിളിക്കും, എന്തെങ്കിലും കാര്യം ആവശ്യപ്പെടും, അത് ഞാൻ അങ്ങ് സാധിച്ചു തരുകയും ചെയ്യും. എന്നാൽ നിനക്ക് പുറത്ത് പോകാൻ വല്ല പെർമിഷന് വേണ്ടിയിട്ടാണെങ്കിൽ എന്നാൽ നീ അതോടത് മനസ്സിൽ നിന്ന് അങ്ങ് മറന്നു കളഞ്ഞ് പുറത്ത് പോകാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പുറത്തേക്കൊന്നും പോകണ്ട, പിന്നെ എന്തിനാ പറയാൻ, ഞാൻ ഒരു നല്ല കാര്യം പറയാൻ വന്നതെന്ന് പറയുമ്പോൾ നിൻ്റെ വായിന്ന് നല്ല കാര്യമൊന്നും കേൾക്കാൻ ചാൻസ് ഇല്ലയെന്ന് എനിക്കറിയാലോ, നീ എന്തോ നല്ല കാര്യം പറയാൻ നീ വന്ന് എന്ന് പറയുമ്പോഴത്തേക്കും അവധി പറയാം അതെന്തോ നന്ദേട്ടാ ഇങ്ങനെ പറയുന്നത്, ഞാൻ നല്ല കാര്യമൊന്നും പറയത്തില്ലെന്നോ, ഞാൻ പറയാൻ നമ്മുടെ സ്നേഹയുടെയും ധനുഷിൻ്റെ കാര്യം, സ്നേഹയുടെ ധനുഷിൻ്റെ കാര്യത്തിനകത്ത് ഇപ്പം എന്തോ കുഴപ്പം, നിനക്കെന്തോ കുഴപ്പം അവർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അല്ല നമ്മുടെ സ്നേഹയ്ക്ക് വിവാഹപ്രായം എത്തി, ധനുഷിനെ പോലത്തെ നല്ലൊരു ചെറുപ്പക്കാരൻ, അതും നല്ല ബിസിനസ്സിലും കഴിവുണ്ട്, അങ്ങനത്തെ ഒരു വ്യക്തിയെ നമുക്ക് വിട്ടുകളയേണ്ട ആവശ്യമുണ്ടോ, സ്നേഹയ്ക്ക് വേണ്ടി ആലോചിച്ചൂടെ. ഇത് ആരീ പറയുന്നത്, അവന്തിക തന്നെയാണോ ഈ പറയുന്നത്, എനിക്ക് വിശ്വാസമാവുന്നില്ല. നിനക്ക് തലയിൽ ഈ നല്ല കാര്യങ്ങളൊക്കെ വരുമോ, സാധാരണ എല്ലാവരെയും എങ്ങനെ ദ്രോഹിക്കണം, എന്നാലും എനിക്ക് ഒരു കാര്യം ഉറപ്പായി, ഇനി എന്തായാലും ഈ കാര്യത്തിനകത്ത് ഒരു മുടക്കം ഉണ്ടാവത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവന്തിക നെട്ടി നിൽക്കും, എന്തോ മുടക്കം ഉണ്ടാവത്തില്ല, ഇയാളെന്തോ പറയുന്നത്, അല്ല ഞാനും അച്ഛനും കൂടെ സംസാരിക്കുന്നതല്ലേ നീ കേട്ടിരുന്നോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല ഞാൻ കേട്ടില്ല, നീ ഈ കാര്യം ഇതിനു മുന്നേ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ, അച്ഛനോട് പോലെ ഈ കാര്യം പറഞ്ഞോ, ഇല്ല ഞാൻ ആദ്യമായിട്ട് നന്ദേട്ടൻ്റെ അടുത്ത് തന്നെ പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അതെങ്ങനെ ഈ സംഭവിച്ച്, അല്ല കാരണം ഞാനും അച്ഛനും കൂടി ഇപ്പം അങ്ങോട്ട് സംസാരിച്ച് വന്നതേ ഉള്ളൂ, ധനുഷിനെ എന്താണ് സ്നേഹിക്കാൻ വേണ്ടി കല്യാണം ആലോചിച്ചല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും കല്യാണം ആലോചിക്കാമെന്ന് പറഞ്ഞ് അവന്തിക നന്ദൻ്റെ മനസ്സിലിരിപ്പം എന്താ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പോഴത്തേക്ക് അവന്തികയുടെ മുഖം മൊത്തം കാർമേഘ ഇരുണ്ട് കൂടിയ പോലെ തോന്നി, അയ്യോ ഇത് തന്നെയാണ് ഇവരുടെ മനസ്സിലുള്ള കാര്യം എന്നുള്ള ആശങ്ക അവന്തികയുടെ മനസ്സിന് പടപടപ്പുണ്ടാക്കി. അപ്പോഴത്തേക്ക് എന്താണ് അവന്തിക വീണ്ടും ചിരിച്ചിട്ട് ആണോ എന്ന് പറയുമ്പോഴത്തേക്ക് നിൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ നല്ല ചിന്തയൊക്കെ വരുമോ, എന്തായാലും എനിക്ക് ഒരു കാര്യം ബോധ്യം, ഇനി ഈ കല്യാണത്തിൻ്റെ കാര്യം ഭംഗിയായിട്ട് നടക്കും, ഇതും കൊണ്ട് മുന്നോട്ടേക്ക് പോയാൽ മുടക്കാൻ വേണ്ടിയിട്ട് ഇടങ്കോലിടാൻ നീ വന്ന് നിൽക്കത്തില്ല മനസ്സിലായി, കാരണം നിനക്കും കൂടെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്കകത്ത് ഇതിനി ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ടേക്ക് ഭംഗിയായിട്ട് നടക്കുന്നു മനസ്സിലായി എന്ന് പറയുമ്പോഴത്തേക്ക് അവന്തിക്ക് ഇതൊക്കെ കേട്ടങ്ങ് ഞെട്ടിത്തരിച്ച് നിന്ന് എന്താണ് പിന്നെ അങ്ങോട്ട് ഇത് ചിന്തനയും ആലോചനയായിട്ട് തന്നെ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി എവിടെ എന്താണ് അർച്ചനയുടെ അങ്ങോട്ടേക്ക് എന്താണ് അർച്ചനയും അതുപോലെ അച്ഛനൊക്കെ എന്താണ് അവിടെ പുറത്ത് ആദരയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും സച്ചിയോട് എന്താണ് അച്ചുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, മോനെ ആ അമ്പലത്തിലെ പൂജയ്ക്കും കൂടെ ഒന്ന് വരണേ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഈ പൂജയ്ക്കകത്തും കാത്തിനകത്തൊന്നും ഒരു വിശ്വാസമില്ല അച്ഛാ, ഇതൊക്കെ മടുത്തു. പിന്നെ അച്ചുവിന് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അവളുടെ മനസ്സ് വിഷമിക്കേണ്ട, അവളുടെ ഒരു വിശ്വാസത്തിന് വേണ്ടി ഞാൻ എല്ലാത്തിനും കൂട്ടു നിൽക്കുവാന്നേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും അതല്ല മോനെ, താൻ പാതി ദൈവം പാതി എന്നല്ലേ, നമ്മുടെ പാതി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കി പാതി ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ട കാര്യത്തിൽ നമ്മൾ ചെയ്യണ്ടേ, ഒന്നും
ഉപേക്ഷ വിചാരിക്കണ്ടേ എന്ന് പറയുമ്പോഴത്തേക്കും മോനെ എന്താണ് നിങ്ങളുടെ കാറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് കറക്റ്റ് എന്താണ് സച്ചിതിന് ഉത്തരം പറയുന്നതിന് മുമ്പേ ഈ ഒരു കാര്യം പുറത്തുനിന്ന് എന്താണ് നമ്മുടെ അച്ചു കേട്ടില്ല എന്ന് ഉറപ്പ് വരുന്ന രീതിക്ക് അത് ദൂരെ നിന്ന് അച്ചു ഇത് കാണുവാണ്. പക്ഷെ അച്ചു കേട്ടോ എന്ന് നമുക്കറിയത്തില്ല. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വലിയൊരു ഹൈലൈറ്റ്. അപ്പം ഇതാണ് ഇന്നത്തെ ടോട്ടൽ എപ്പിസോഡ് നടന്നത്. എല്ലാവരും കാണുമോ, ലൈക്ക് ചെയ്യുമോ, ഷെയർ ചെയ്യുമോ, സബ്സ്ക്രൈബ് ചെയ്യുമോ. താങ്ക്